കുറച്ചുകൂടെ ഉണ്ട്. എങ്ങനെയുണ്ട് ജ്യൂസ്? സൂപ്പറല്ലേ? ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഉച്ച മുതലുള്ള വ്ളോഗാട്ടോ. ഉച്ച മുതലുള്ള കുക്കിങ്ങേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും സ്കിപ്പാക്കിയിട്ടുണ്ട്. എനിക്ക് ടൈം കിട്ടിയില്ല എടുക്കാൻ. അപ്പോൾ പുട്ടാണ് ഉണ്ടാക്കിയത്. പുട്ടും കടലക്കറി ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. ഒന്നും വീഡിയോ എടുക്കാൻ തന്നെ രാവിലെ ഒരു മൂഡുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ എനിക്കൊരു മൂഡ് വന്ന് വീഡിയോ എടുക്കാൻ. അപ്പോൾ ലഞ്ചിനുള്ള പ്രിപ്പറേഷനിലാണ് ഞാനിവിടെ. ലഞ്ച് മുതലാണ് തുടങ്ങുന്നത്. ലഞ്ച് മുതൽ നൈറ്റ് വരെയുള്ള വ്ളോഗാണിത്. അപ്പോൾ രാവിലത്തെ വിഷമം തീർക്കാൻ ഞാൻ നൈറ്റ് വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് കിടക്കുന്നത് വരെ ഉണ്ട് എന്നാണ് ഈ വീഡിയോയുടെ അവസാനം എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ഇത് ഇന്നലത്തെ വ്ളോഗാണ് കേട്ടോ. ഞാൻ വോയിസ് കൊടുക്കുന്നത് ഇന്നലെ എടുത്ത വ്ളോഗാണത്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മോരുകറിയും മുരിങ്ങയ്ക്ക തോരനും നല്ല പുളിയിട്ട ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ മോരുകറി അവിടെ അതാ ഞാൻ കുക്കറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് മോരൊക്കെ അടിച്ച് അതിലൊഴിച്ച് കൊടുക്കണം. കുക്കറിലിട്ട് വേവിക്കണം. അപ്പോൾ രാവിലെ ഇക്കാക്ക് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ അത് ആക്കിയിട്ടുണ്ട്. പെട്ടെന്ന് കുക്കറിലിട്ടാൽ വെന്ത് കിട്ടുള്ളൂ എന്നത് കാരണം ഞാൻ വെള്ളരിക്കയാണ് കേട്ടോ മോരുകറിയിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഞാൻ മുരിങ്ങയ്ക്ക തോരനാണ്. മുരിങ്ങയ്ക്ക തോരൻ ചട്ടിയിലാണ്. എനിക്ക് എന്ത് സാധനം ചട്ടിയിൽ വെക്കുന്നത് ഇഷ്ടം. അപ്പോൾ അതിൽ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്, പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളക്, വെറ്റൽമുളക്, വേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിൽ നല്ല മുരിങ്ങയ്ക്ക, നല്ല ചള്ളോട് കൂടിയ മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കുക. വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചതിന് ശേഷം നല്ല തേങ്ങയും ഉള്ളിയും ജീരകവും പിന്നെ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം ഇതിലിട്ട് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് നമ്മൾ ചമ്മന്തി പോലെ തന്നെ ഒന്ന് ക്രഷാക്കി എടുത്തിട്ട് ഇതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് 2 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇറക്കി വെക്കാം കേട്ടോ. അപ്പം നമ്മൾ മുരിങ്ങയ്ക്ക തോരൻ അടിപൊളിയായിട്ടുണ്ട്. ഇറക്കി വെക്കുന്നതിന് മുന്നേ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കുക. അത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാക്കും നമ്മളെ തോരന് കേട്ടോ. അപ്പോൾ ഇതുപോലെ തോരൻ വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത മോരുകറിക്കുള്ള പ്രിപ്പറേഷനാണ്. അതിൽ നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, പെരിഞ്ജീരകം. അപ്പോൾ ഞാൻ പെരിഞ്ജീരകം ഇടുന്നത് കണ്ടപ്പോൾ ചേച്ചിയമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നല്ല ജീരകം കുറച്ചിട്ടുകൂടെ, അതും ടേസ്റ്റാണ്. അപ്പോൾ ആൾ പറഞ്ഞതുകൊണ്ട് നല്ല ജീരകം, പെരിഞ്ജീരകം, വെളുത്തുള്ളി, ഇഞ്ചിട്ടില്ല, ചുവന്നുള്ളി എല്ലാം കൂടി അരച്ച് ഇതാ ആ ഒരു മോര് ഇതാ ഞാൻ വേവിച്ച് വെച്ച വെള്ളരിക്ക ചട്ടിയിലേക്ക് മാറ്റി. എന്നിട്ട് ഈ ഒരു മോരടിച്ചത് ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇറക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് താളിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ ഞാനിതാ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്, ഒരിത്തിരി ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് മോരുകറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്ന മോരുകറിക്ക് നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് താളിച്ചുണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ലാസ്റ്റ് താളിച്ചെടുക്കുന്ന മോരുകറിക്കാണ് കേട്ടോ. നല്ല ഫ്ലേവർ വരും. അപ്പോൾ നമ്മളെ മോരുകറിയായി, അതേപോലെ മുരിങ്ങത്തോരനുമായി. ഇനി ചമ്മന്തി റെസിപ്പിയാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു പിടി പുളി എടുക്കുക, വാളംപുളിയില്ലേ അതെടുക്കുക, ഒരു 5-8 വറ്റൽമുളക്, കുറച്ച് ചുവന്നുള്ളി, 2 പീസ് വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇല ഫ്രഷ് എടുക്കുക, തേങ്ങ ഒരു പിടി എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നമ്മൾ ഫ്രൈ പാനിലിട്ട് ഒന്ന് വറുത്തൊന്ന് സെറ്റാക്കിയതിൻ്റെ ശേഷം മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ചമ്മന്തി ഇവിടെ റെഡി. ചമ്മന്തി നല്ല ഉരുളാക്കി മിക്സ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ റൗണ്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഉണ്ടാക്കുന്ന ഞെരിഞ്ഞലാണ്. ഞെരിഞ്ഞൽ എന്ന് പറയുന്നത് ഒരു ആയുർവേദിക് മെഡിസിനാണ്. അപ്പം ഞെരിഞ്ഞൽ അവിടെ ഇരുന്ന് തിളക്കട്ടെ. പിന്നെ കാക്ക് ചോറാക്കാൻ സമയമായി. അപ്പോൾ ഞാനിത് ചോറ് ആക്കുന്നുണ്ട് ചുറ്റുപാത്രത്തിൽ. അപ്പോൾ 2 കയ്യിൽ ചോറ് കഷ്ടിച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ വലിയ. അപ്പോൾ മോരുകറി പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഒരിത്തിരി ചമ്മന്തി ചോറിൻ്റെ മേലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് അടക്കണം. മുരിങ്ങാത്തോരൻ ഈ പാത്രത്തിലുണ്ട്.
അപ്പോൾ ആൾ പെട്ടെന്ന് ധൃതി കൂട്ടിയപ്പോൾ എനിക്ക് എല്ലാ വീഡിയോയും കൂടി ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാ പിന്നെ ബാക്കി പറയാം. ഞെരിഞ്ഞൽ ഇതാ തിളച്ചിട്ടുണ്ട്. അപ്പം ഞെരിഞ്ഞൽ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമ്മളെ ബ്ലെൻഡറിൽ നന്നായി കെട്ടി നിൽക്കില്ലേ, മൂത്രാശയത്തിൻ്റെ ഉള്ളിൽ മൂത്രം നന്നായി കെട്ടി നിൽക്കുന്നതിന് അതൊഴിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നന്നായി തിളപ്പിച്ച് അതിൻ്റെ നീരും കാര്യങ്ങളും നന്നായി തിളപ്പിച്ച് അതിൻ്റെ സത്തൊക്കെ ഈ വെള്ളത്തിൽ വന്ന് വീണാൽ ഈ ഒരു കളറായിട്ട് വരും. ഇത് 2 കുപ്പി ആൾ കൊണ്ടും 2 കുപ്പി ആൾ കുടിക്കൂട്ടും. അപ്പോൾ ഇത് കംപ്ലീറ്റ് കുടിച്ച് തീരുമ്പോഴേക്കും നന്നായി മൂത്രമൊഴിക്കാൻ മുട്ടും. നമ്മളെ ശരീരത്തിൻ്റെ ഒരുപാട് ഗുണം തരുന്ന സാധനം ഞെരിഞ്ഞൽ. അപ്പോൾ ആർക്കെങ്കിലും മൂത്രം തടസ്സമോ അതുപോലെ മൂത്രാശയത്തിൻ്റെ അവിടെയോ ഭാഗത്തൊക്കെ ആയിട്ട് വേദനയോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഇത് വാങ്ങിച്ച് ആയുർവേദ കടകളിലെല്ലാം കിട്ടുന്നതാണ്. ഞെരിഞ്ഞൽ എന്നാണ് പേര്. ഇതേപോലെ തിളപ്പിച്ച് കുടിച്ചാൽ അടിപൊളിയാണ് ശരീരത്തിൽ. അതുപോലെ ദഹനത്തിനും കാര്യങ്ങൾക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണമാണ്. അപ്പോൾ ഇതാ ഫുഡും ഞെരിഞ്ഞൽ വെള്ളവും എല്ലാം കൂടിയായിട്ട് രാവിലെ ഷോപ്പിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും നടത്തുന്നത്. അപ്പോൾ തിരുമ്പിയത് കുറേ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. ഉമ്മാൻ്റെ റൂമിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടണം, ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടണം. അപ്പോൾ ഉമ്മയില്ല ഇവിടെ, പെങ്ങളെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അതും ഒക്കെ ഒന്ന് വൃത്തിയാക്കി നീറ്റാക്കി വെക്കണം. തിരുമ്പിയത് കൊടുന്നിട്ടതും ഉമ്മാൻ്റെതും ആണെങ്കിൽ ഞങ്ങളതും എല്ലാം വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേനും ഈവനിങ് ആയപ്പോൾ കുട്ടികൾ ജ്യൂസ് ചോദിച്ചു. അപ്പോൾ ബട്ടർ ജ്യൂസ് അടിക്കണമെന്ന് പറഞ്ഞപ്പോൾ കുപ്പിയിൽ നിന്ന് പാലും ബട്ടറൊക്കെ ഞാൻ പുറത്തേക്ക് വെച്ചു. എന്നിട്ട് നല്ല നട്ട്സും ഈത്തപ്പഴവും എല്ലാം ഇട്ടിട്ട് ഞാൻ നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടു. അപ്പോൾ നല്ല പഴുത്ത ബട്ടറാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ടേസ്റ്റ്. ഇത് ബട്ടർ കുറച്ച് പഴുപ്പ് കുറവുണ്ടായിരുന്നു എനിക്ക്, അതിൽ നിന്ന് വിട്ടുപോരാൻ കുറച്ച് പണിയുണ്ടായിരുന്നു. പിന്നെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ അത് ഡേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒക്കെ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുക. പിന്നെ കടല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല ഫ്രഷ് പാലും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് മധുരം ഇട്ടിട്ട് നന്നായി കുടിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജ്യൂസാണ് കേട്ടോ ബട്ടർ. കുടിക്കാനും നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് ഒരു നേരം ഫുഡ് കഴിച്ചില്ലെങ്കിലും ഈ ഒരു ഗ്ലാസ് ജ്യൂസ് മതി നമുക്ക് വയറ് നിറയാൻ. എനിക്കൊക്കെ അങ്ങനെ കേട്ടോ. രാത്രി ആകുമ്പോൾ ഈ ഒരു ജ്യൂസൊക്കെ ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ എനിക്ക് തോന്നും. പിന്നെ ഈ ജ്യൂസ് ഭയങ്കര വെള്ളത്തോടെ ഉണ്ടാക്കരുത്, ഒരു ഇത്തിരി കട്ടിയിൽ ഉണ്ടാക്കണം. എന്നുവെച്ചാൽ ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ഇതിൽ ഞാൻ കട്ടപ്പാൽ അങ്ങനെ ഉപയോഗിക്കില്ല. ഇവിടെ മക്കൾക്ക് വയ്യാണ്ടാവും എന്ന് വിചാരിച്ച് കട്ടപ്പാലാണെന്നെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ്. പക്ഷെ നമുക്ക് എത്രയും പെട്ടെന്ന് കുടിച്ചെടുക്കാനൊക്കെ പാടാണ്. പിന്നെ നല്ല തണവുള്ള നമുക്ക് ഹെൽത്തിനും നല്ലതല്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഒരു ഇത്തിരി കട്ടിക്ക് തന്നെ നല്ല ഫ്രഷ് പാൽ തിളപ്പിച്ചെടുത്തിട്ട് ഇതേപോലെ നല്ല കട്ടിക്ക് നട്ട്സും ഈത്തപ്പഴമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിക്കുക ചെയ്യാം. അതിൽ കൂടെ ഒരു തരി ഹണി, ഒരിത്തിരി കടലേൻ്റെ മേലിടും, ഒരിത്തിരി ഈത്തപ്പഴം അങ്ങനെ ഇട്ട് കൊടുത്താൽ എൻ്റെ പൊന്നോ എന്താ ടേസ്റ്റ് എന്നറിയാം. അതൊരു വേറെ ലെവലാണ്. ഇതൊരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1.5 ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമുക്ക് ഹെവി ഫുഡായിട്ട് തന്നെ കണക്കാക്കാം. എനിക്കത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരും. കാരണം എനിക്ക് ഭയങ്കര ജീവനാണ് ബട്ടർ, സപ്പോട്ട. ഫ്രൂട്ട്സിൽ ഏറ്റവും ഇഷ്ടമുള്ള 2 ഫ്രൂട്ടാണ്, ഒന്ന് ബട്ടറും ഒന്ന് സപ്പോട്ട. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കട്ടപ്പാൽ ഉപയോഗിച്ച് ജ്യൂസ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ അത്ര അങ്ങോട്ട് ഇതില്ല. സംഭവം ചിലപ്പോൾ ഒരു ഐസ്ക്രീം ഫീലിങ്സൊക്കെ വരും, പക്ഷേ എനിക്ക് അത്ര പോരാ. എനിക്ക് ഇതേപോലെ അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ കളർ തന്നെ കണ്ടില്ല, അടിപൊളിയല്ലേ. പിന്നെ പിസ്ത അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാതെ തന്നെ ഞാൻ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്തത് മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ പിന്നെ മാങ്ങ ഇഷ്ടം പോലെയാണല്ലോ നമ്മളെ വീട്ടിൽ. ഞാൻ തന്നെ കാർട്ടൂണിലൊക്കെ നല്ല വൈക്കോലൊക്കെ വെച്ച് പഴുപ്പിച്ച മാങ്ങയാണ്. നല്ല നീലൻ മാങ്ങ, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ മാർക്കറ്റിലൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നീലന്, പ്യൂർ അങ്ങനത്തെ മാങ്ങകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഈ മാങ്ങ ഇവിടെ ഉള്ള ഞങ്ങൾ പുറത്തുനിന്ന് മാങ്ങ മേടിക്കാറില്ല. അപ്പോൾ മക്കൾ എന്താ പിന്നിൽ നിൽക്കുന്നുണ്ട്, മാങ്ങ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. പിന്നെ അവരെ വക കുറേ കലാപരിപാടികളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ വഴിയേ വരും കേട്ടോ. മാങ്ങ എങ്ങനെ മുറിച്ചാൽ നന്നായിരിക്കും, ഇതുപോലെ മുറിച്ചോ നന്നായിരിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ അവരിതിൽ ചെയ്യും. എല്ലാവരും ഒന്ന് കണ്ടു നിൽക്കും. ഞാൻ ഒരു മാങ്ങ വാങ്ങാണ്ട് ഞാനിതുപോലെ ചെത്തിയെടുത്തപ്പോൾ 2 ആൾ അപ്പുറം നിന്നിട്ട് ഇങ്ങനെയൊന്നല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ട് മൂപ്പര് അവർ ഭയങ്കര ഡയലോഗാണ്. എന്നാൽ നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കയ്യിൽ 2 ആളും കൊടുത്തു. 2 ആൾ ചെയ്യുന്നു, ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കൂട്ടോ.
അപ്പോൾ ഇവിടെ മുതലാണ് ഇവരെ കലാപരിപാടി വരുന്നത്. രണ്ടാൾക്കും ഓരോ പീസ് അവരെടുത്തു. ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വരകളൊക്കെ ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോലെ ഇതാ ഹായ് എന്ത് ഭംഗിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ആൾ ഇതേപോലെ അത് കണ്ടേക്ക് ഇങ്ങനെയൊന്നല്ല ചെയ്യാന്നുണ്ടത് അടുത്ത ആൾ വീണ്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ആൾ അപ്പുറത്തും കാലും ആട്ടിയിരുന്നിട്ട് നീ കാണിക്ക്. അപ്പോൾ അവളത് അത്ര ഇല്ലെങ്കിലും ഇവൻ്റെത് കുറച്ചൊന്ന് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗമ അവൻ കാണിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളല്ലേ അവർ ചെയ്യട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ ഞാൻ മാങ്ങ തിന്നു നോക്കി. എന്താ ടേസ്റ്റ് എന്നറിയാം. നല്ല തേൻ പോലത്തെ മാങ്ങ എന്നൊക്കെ പറയില്ലേ അങ്ങനെ. അപ്പോൾ നമ്മളൊക്കെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു. ഒരു ട്രേ മുട്ടയായിട്ട് കേട്ടോ വന്നത്. പിന്നെ നല്ല സ്പെഷ്യൽ ഒരു സാധനം ഉണ്ടായിരുന്നു, നല്ല ഷവർമ്മ. എന്താ ഷവർമ്മ ഹബ്ബോ അത് എന്താ ഓവൻ ഷവായോ അവിടെ നിന്നൊക്കെയാണ് വാങ്ങിക്കാറ്. അപ്പോൾ ഓവൻ ഷവായിൽ ഷവർമ്മയാണെന്ന് ഡൗട്ടുണ്ട് എനിക്ക്. അപ്പോൾ 4 പേർക്കും ഓരോന്നുണ്ട്. അതിലേക്ക് പിക്കിളുണ്ട്, കെച്ചപ്പുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിലെ പിക്കിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മുളകാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മറ്റേ അത്ര ക്യാരറ്റും കുക്കുംബറൊന്നും അത്ര പിടിക്കൂല. പക്ഷെ മുളക് നല്ല ടേസ്റ്റ് അതിൽ. അതിൽ കൂടെ ഇതാ മൗണ്ടൻ ഡ്യൂ ഉണ്ട്, അതിൽക്ക് ഡ്രിങ്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പം തന്നെ അതിന്ന് പൊട്ടിച്ചു. നമുക്ക് പിന്നെ വീഡിയോ പ്രധാനമാണല്ലോ. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ പൊട്ടിച്ചു. അപ്പം തന്നെ ഒരു പീസൊക്കെ കടിച്ചു നോക്കി. കൊള്ളാട്ടോ, നല്ല ചെറിയൊരു ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല സൂപ്പർ ഷവർമ്മയായിരുന്നു കേട്ടോ, അടിപൊളി. അതൊക്കെ കഴിഞ്ഞു ഇക്കാക്ക് ഫുഡ്. ഇക്ക ഷവർമ്മ ഒന്നും അങ്ങനെ കഴിക്കൂല കേട്ടോ, അതൊന്നും അത്ര വലിയ പിടുത്തല്ല. ഇക്കാക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഒരു കോഴിമുട്ട പൊരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാനിതാ കോഴിമുട്ട പൊരിക്കുകയാണ് കേട്ടോ. അപ്പം മോരുകറി ഉണ്ട്. പിന്നെ ഉച്ചക്കല്ലുള്ളതൊക്കെ കഴിഞ്ഞു പോയി കേട്ടോ. മുരിങ്ങക്കായും ചമ്മന്തിയും ഒക്കെ കഴിഞ്ഞു പോയി. അതൊക്കെ ഞങ്ങൾ കഴിച്ചു. പിന്നെ ഇക്ക ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ വരില്ല, അവിടെ നിന്ന് തന്നെ വല്ല സലാഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ കിച്ചണിലെല്ലാം ഒതുക്കി പറക്കി വെച്ചു. ഇതാ കിച്ചണിൽ നിന്ന് ഇതാ പോകുന്നു, റൂമിലോട്ട് പോകുന്നു. അപ്പോൾ ചുമ്മാ ഒന്ന് കണ്ണാടിയിലേക്ക് ജസ്റ്റ് നോക്കി. അങ്ങനെയൊക്കെയാണ് വീഡിയോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് വിശ്വസിക്കുന്നു. ബൈ ബൈ.